എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ബാധകാധിപതിയും അഷ്ടമാധിപതിയും. അത് ശരിക്കും മനസ്സിലാക്കിയാൽ ഫലങ്ങൾ പറയാൻ ഈസിയാണ്. അപ്പോൾ അതിനുള്ള കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നക്ഷത്രങ്ങൾ മാത്രം, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രേവതി നക്ഷത്രം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അത് ലഗ്നാധിപതി നിൽക്കുന്ന നക്ഷത്രമാകാം, അല്ലെങ്കിൽ ലഗ്നം വീണിട്ടുള്ള നക്ഷത്രങ്ങൾ ആവാം രേവതി. അത് 3 കാര്യങ്ങൾക്കും ഉള്ള ഫലങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അത് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല, ഗ്രഹനിലകളും ചേർത്ത് നോക്കി വേണം പറയാനെന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ചന്ദ്രനെ വെച്ച് മാത്രം നമുക്ക് ദിവസങ്ങളോളം സംസാരിക്കാൻ പറ്റും. ആ രേവതി നക്ഷത്രത്തെ മാത്രം കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ആ ഗ്രഹനില നോക്കിയിട്ട് കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് ഒരു നക്ഷത്രം, ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. ചന്ദ്രൻ നിൽക്കുന്ന ഭാഗം മാത്രം. ബാക്കി സൂര്യനുണ്ട്, മറ്റ് 5 ഗ്രഹങ്ങളുണ്ട്, രാഹു കേതുക്കളുണ്ട്, മാന്തിയുണ്ട്. ഇതെല്ലാം ഓരോ നക്ഷത്രത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഫലങ്ങൾ വേറെയാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ, ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ, രാശിതത്വങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പറയുമ്പോഴാണ് ആക്യുറസി എന്ന് വരുന്നത്. കാരണം ഒരു ഭാവം, ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, നോക്കുന്ന ഗ്രഹം, ആ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രപാദം, ഇതൊക്കെ ചേർത്താണ് ആ ഫലം ഒന്ന് വെളിയിൽ പുറത്ത് പറയുന്നത്. നമ്മൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാസ്തവം തന്നെയാണ്. പക്ഷേ പലരും ചന്ദ്രനെ വെച്ച്, സൂര്യനെ വെച്ചും ചന്ദ്രനെ വെച്ചും ഒക്കെ ഫലങ്ങൾ പറയുന്നുണ്ട്. അതും ഏകദേശം ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു നല്ല നോളജുള്ള അസ്ട്രോളജർക്ക് ഇതൊക്കെ ഈസിയാണ്. അപ്പം നക്ഷത്രങ്ങൾ കൊണ്ട് മാത്രം ഫലം പറയാൻ പറ്റില്ല എന്നുള്ളതല്ല. ഈ നക്ഷത്രങ്ങൾ തന്നെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് ഫലങ്ങൾ തരുന്നത്. നമ്മൾ ഡീപ്പായിട്ട് പോകണം. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഡീപ്പായിട്ട് പോയിട്ട് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ആ നക്ഷത്രം തീർച്ചയായിട്ടും വേണം. നക്ഷത്രം ഇല്ലെങ്കിൽ നമുക്കത് ഫലം ശരിക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നക്ഷത്ര ഫലം എങ്ങനെയാണെന്നൊരു എക്സാമ്പിൾ ഞാൻ തരാം. അതുപോലെ ഇന്നലെ എഴുതിയതിൽ ബുധൻ എന്ന് എഴുതുന്നതിന് പകരം ഞാൻ ചൊവ്വ എന്ന് എഴുതിപ്പോയി കേട്ടോ. കാരണം അത് മാറിപ്പോയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ തെറ്റാറുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, 6ാം ഭാവാധിപതി, നോക്കട്ടെ, അതായത് 6ാം ഭാവാധിപതി ബാധകാധിപതി 6ാം അധിപതിയുടെ കൂടെ ലഗ്നത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്ന് എഴുതിയിട്ടുണ്ട്. ബാധകാധിപതി 6ാം അധിപതിയുടെ ഒപ്പം ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. കടം വാങ്ങരുത്, പേരും കടമാകും. 6ാം ഭാവാധിപതിയായ കടമാണ്, അസുഖമാണ് ഒക്കെ പറയാം, രോഗം പറയാം, ശത്രുത എല്ലാം പറയാം. പക്ഷേ ബാധകാധിപതിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ കടം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ തിരിച്ചടവ് പറ്റുന്നത് മാത്രമേ വാങ്ങാവൂ. കൂടുതൽ വാങ്ങരുത്, അത് പെരും കടമാവുന്നതാണ്. ഓക്കെ. പിന്നെ സത്യം, ഒരാളുടെ നക്ഷത്രം നോക്കി പറയാൻ പറ്റില്ല എന്നുള്ളതിന് അവരും മറുപടി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ, പക്ഷെ അങ്ങനെയല്ല. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് നക്ഷത്രം എത്രത്തോളം ബലമുണ്ട്, അല്ലെങ്കിൽ അതിന് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ ബാധകാധിപതിയുടെ ദശ നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നല്ലതല്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ട് തരുമെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ആ സമയങ്ങളിൽ നിറയെ കാര്യങ്ങളിൽ നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കുന്ന കാര്യങ്ങളിലൊക്കെ പോയി ചാടാതിരുന്നാൽ മതി. വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ആ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ബാധകാധിപതി ദശ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഭുക്തി വരുന്നുണ്ടോ, അഷ്ടമാധിപതി ദശ വരുന്നുണ്ടോ, ഭുക്തി വരുന്നുണ്ടോ എന്ന് രണ്ടും കൂടെ മാറി വരും. അഷ്ടമാധിപതി ബാധകാധിപതി, ബാധകാധിപതി അഷ്ടമാധി, ഇങ്ങനെ വരും. ഈ സമയത്ത് കുറച്ച് കെയർഫുൾ ആയിരുന്നാൽ മതി. പൊതുവേ കാലപുരുഷ തത്വപ്രകാരമുള്ള 11ഉം 8ഉം എന്നുള്ളൊരു കണക്ഷൻ വേണം. ബാധകാധിപതിയും അഷ്ടമാധിപതിയും എന്നുള്ള ചൊവ്വയും ശനിയും അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. അത് എല്ലാ ലഗ്നങ്ങൾക്കും ബാധിക്കുമെന്നുള്ളതാണ്. അത് എവിടെ നിന്നാലും ശരി, ചൊവ്വ ശനി എവിടെ നിന്നാലും ആ ഒരു ബുദ്ധിമുട്ട് കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ള ലഗ്നങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് സൂക്ഷിച്ചാൽ മതി. അതിനു വേണ്ടിയാണ് പറയുന്നത്. കാരണം എല്ലാം പോസിറ്റീവായിട്ട് എടുത്താൽ പിന്നെ ജാതകം നോക്കേണ്ട ആവശ്യമേ ഇല്ല.
എന്തിനാ വെറുതെ ജാതകം നോക്കുന്നത്? എല്ലാ ആൾക്കാരൊന്നും ജാതകം നോക്കാറില്ല. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജാതകം നോക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ, അല്ലേ? അപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ മൈനസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ആ ജാതകത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മൾ പിന്നെ ജ്യോതിഷികളെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ജ്യോതിഷത്തിലുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ജാതകത്തിൽ എന്താണ് ജനിച്ചത് മുതൽ അവസാനം വരേക്കുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ജാതകം വഴി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു സത്യം, ഇതിൽ എല്ലാം പറയാൻ പറ്റും കേട്ടോ, സകല കാര്യങ്ങളും. അതായത് നമ്മുടെ മുത്തച്ഛന്മാർ മുതൽ നമ്മുടെ കുട്ടികളെ കുട്ടി അങ്ങനെ പോയി ആ ഒരു എത്ര പരമ്പരയായിട്ട് നമുക്ക് പറയാൻ പറ്റും. എല്ലാം ഓരോ ഭാവാധിപതിയും അവരുടെ ജീവകാരകത്വം മനസ്സിലാക്കണം. ജീവകാരകം അതായത് അച്ഛനാണോ അമ്മയാണോ പിന്നെ അമ്മായി അമ്മയാണോ സഹോദരിയാണോ നാത്തൂനാണോ ബ്രദറിലാണോ, ഇങ്ങനെ ഓരോരുത്തരുടെ ബന്ധങ്ങളെ ഈ 12 ഭാവങ്ങളെ കൊണ്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അവരെ ലഗ്നമായിട്ടുകൊണ്ട് തന്നെ ഒറ്റ ജാതകത്തിൽ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. അത് അത്രയും നോളജുള്ള ആൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. അതുപോലെ തന്നെ അവരുടെ സ്വഭാവം, ഭർത്താവിന് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളുടെ ജോലിയായിരുന്നാലും അവരുടെ ഫാമിലിയിലുള്ളവർ എത്ര പേര് ഗവൺമെൻറ് സർവീസിലാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ ജാതകം കൊണ്ട് പറയാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ കാണിക്കും അവരുടെയൊക്കെ ആയുസിൻ്റെയൊക്കെ ബലക്കുറവെല്ലാം ഈ നമ്മുടെ ജാതകത്തിൽ കാണിക്കും. പക്ഷേ അത് അവരെ ജാതകവും കൂടെ ഒത്തുനോക്കണം. എല്ലാം നമുക്ക് ഇവിടെ നമ്മുടെ ജാതകത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ശരിയാണോ എന്നുള്ളതിന് അവരെ ജാതകം കൂടെ ഒത്തുനോക്കുമ്പോൾ പക്കാവായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ജാതകത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അമ്മയെ അച്ഛനെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി നമ്മുടെ മാത്രമൊന്നല്ല, നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരെയും പറയാം, അവരുടെ സിസ്റ്ററിനെ പറയാം, അവരുടെ ആൾക്കാർ അത്രയും പറയാം. എങ്ങനെ നോക്കിയാലും നമ്മൾ ലഗ്നങ്ങൾ മാറി ഇട്ട് കൊടുത്ത് നമ്മൾ നോക്കിയാൽ ശരിക്ക് വരും. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ വന്നത് നക്ഷത്രങ്ങൾക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളതും ബാധകാധിപതിയുടെ ഒരു ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇന്നലെ എഴുതിയത് ബുധന് പകരം ചൊവ്വാന്ന് എഴുതി, അതങ്ങ് ക്ഷമിച്ചേക്ക് കേട്ടോ. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട. ചിലതൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ചിലപ്പോൾ വരുന്ന അബദ്ധങ്ങളാണ്, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. അതിലെന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നോക്കി മാത്രം എടുത്ത് അതിനെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. അത് ഞാനിപ്പോൾ ഒരു ജാതകം ഇതെഴുതാം. ഒരു നക്ഷത്രങ്ങൾക്ക് എങ്ങനെയാണ് നക്ഷത്രം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കർക്കടക ലഗ്നമാണ്. ഇവിടെ ഗുരു നിൽക്കണമെന്ന് വെച്ചോളൂ. ഞാനൊരു 3 ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ശുക്രൻ ഇവിടെ നിൽക്കുന്നു, ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നു. അപ്പം ഗുരു 3 നക്ഷത്രം കാണും: പുണർദം, പൂയം, ആയില്യം. അപ്പം നമുക്കതൊരു ആയില്യം നക്ഷത്രത്തിൽ ഗുരു നിൽക്കുന്നു എന്ന് എടുക്കാം. ഇവിടെ നമുക്ക് പൊതുവെ കർക്കടക ലഗ്നത്തിന് ഉച്ചനാണ് എന്നാണ് പറയാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. പൂയം നക്ഷത്രത്തിൽ 5 ഡിഗ്രിയിലാണ് അത് ഗുരു ഉച്ചനാകുന്നത്. അപ്പം പുണർത്തത്തിൻ്റെ കാലിൽ നിൽക്കുകയാണെങ്കിൽ ഉച്ചനാവാൻ പോകുന്ന അവസ്ഥ. ആയില്യമാണെങ്കിൽ ഉച്ചം കടന്നു എന്നുള്ളത്. അപ്പം ഇവിടെ ആയില്യ നക്ഷത്രത്തിൽ ഗുരു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ എടുത്തോളൂ. അപ്പം ആയില്യ നക്ഷത്രം നിൽക്കണമെന്ന് ആയില്യ നക്ഷത്രത്തിൻ്റെ കാരകത്വം എന്ന് പറയുന്നത് ടീച്ചറാവാം, പിന്നെ ഡോക്ടറാകാം എന്നൊക്കെ ഉള്ള ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതുപോലെ ശുക്രൻ 4-ാം അധിപതിയും 11-ാം അധിപതിയുമാണ്. ഇത് ബാധകാധിപതിയുമാണ്. മനസ്സിലായില്ലേ? ചരരാശിയായ കർക്കിടകത്തിൻ്റെ ബാധകാധിപതി ശുക്രനാണ്. ഓക്കെ, 11ന്റെ അധിപതി, 11-ാം ഭാവം ബാധക സ്ഥാനമാണ് ശുക്രനാണ്. ആ ശുക്രൻ 8ൽ നിൽക്കുകയാണ്. കാരണം ഞാൻ പൊതുവെ ജാതകങ്ങൾ പിന്നെ കൊടുക്കാറില്ല. കാരണം അത് അവരുടെ പെർമിഷൻ ഒന്നും ഇല്ലാതെ ജാതകങ്ങളിങ്ങനെ അവരുടെ ജാതകങ്ങളൊക്കെ എടുത്ത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനത് ആരുടെ ജാതകങ്ങളും അവരുടെ പെർമിഷൻ ഇല്ലാതെയോ പെർമിഷൻ തന്നാലും ഞാൻ ഇടാറില്ല. എന്തിനാ എന്നുള്ള രീതിയിൽ. അല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ശുക്രൻ ഇവിടെയാണെങ്കിൽ അതേ ശുക്രൻ ബാധകാധിപതിയാണ്, 8ലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാധകാധിപതി 8ൽ നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവിട്ടം, ചതയം, പൂരിട്ടാതി 3 നക്ഷത്രത്തിൽ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ഇവിടെ ശുക്രൻ നിൽക്കാം, ഇവിടെ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ഗുരു നിൽക്കാം. അതുപോലെ ചന്ദ്രൻ ഉത്രാടം, തിരുവോണം, അവിട്ടം
ഇതിൽ മൂന്നിലും ഏതെങ്കിലും ചന്ദ്രൻ നിൽക്കാം, ജന്മനക്ഷത്രം. ഈ 3 ഗ്രഹങ്ങൾ കൊണ്ട് നക്ഷത്രങ്ങളുടെ വാല്യൂ ഞാൻ മനസ്സിലാക്കി തരാം. ബാലകാധിപതിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ കുട്ടിയുടെ പഠിപ്പിനെ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അന്ന് ഞാൻ രേവതി നക്ഷത്രത്തിൽ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ നക്ഷത്രത്തിനെ മാത്രം മാറ്റി ഒരു ചന്ദ്രൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞില്ല. ആ ഗ്രഹനില ഞാൻ തൊട്ടതേയില്ല. അതിന് മാത്രം ഇത്രയും കാര്യങ്ങളുണ്ട്. അതിൽ എത്ര പേരാണ് ശരിയാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അപ്പം അത് കുറച്ചെങ്കിലും ശരിയായിരിക്കും. പിന്നെ സിനിമ ആക്ടറിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ശുക്രൻ ഉച്ചനായതുകൊണ്ട്, ശുക്രൻ ഇവിടെ ഉച്ചനായതുകൊണ്ട് രേവതിക്ക് പിന്നെ ഒരു ആക്ടിങ് മുതൻ നടനാകാനുള്ള നടിക്കുന്നതാണ്, എന്താ പറയുക, ആക്ടിങ് ചെയ്യുന്നതാണ്, ദേഹമാണ്. അതിനാണ് ബുധനെ കുറിക്കുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞ സിനിമ ഫീൽഡ് ഇത് തന്നെയാണ്. അപ്പോൾ ആ ശുക്രൻ ഉച്ചയുടെ കലകളിലുള്ള ഇതുകൊണ്ട് സിനിമാ നടനാവാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇവർക്കില്ല. അവരുടെ ഗ്രഹനിലകളും അതനുസരിച്ച് വരികയാണെങ്കിൽ, കാരണം വില്ലനാകാനുള്ള ആളിൻ്റെ ഗ്രഹനില വേറെയാണ്. വില്ലനായ ശേഷം അവർ ഹീറോ ആവോ എന്നുള്ളതിന് ആ ഗ്രഹനില വേറെയാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ആ ഗ്രഹനില നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും ഇവരൊരു സിനിമ പേര് കേട്ട ഒരു നടനാകും എന്നുള്ളത് അതിൽ അറിയാൻ പറ്റും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് അവരൊക്കെ നന്നായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തിരുവാതിര ഏറ്റവും ബെസ്റ്റ്, പിന്നെ രേവതി അത്രയും ബെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ചില കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു 85% ഒരാളിന് ഏത് നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും ശരിയാ തന്നെ ഇരിക്കും. അങ്ങനെയാണ് ഞാൻ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ പിന്നെ പറയാം. അപ്പം ഇവിടെ ശുക്രൻ ബാധകാധിപതിയാണ്, 11ൻ്റെ അധിപതിയാണ്, ബാധകാധിപതിയാണ്, 8ൽ നിൽക്കുന്നു. അപ്പം ഞാൻ 8 ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. 6, 8, 12 ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ ഈ ഒരു ഉത്രാടം തിരുവോണാവട്ട ആണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ആ കുഞ്ഞിൻ്റെ പഠിപ്പ് നമുക്ക് പറയാം, പഠിത്തം പറയാം. എങ്ങനെയാണിത് പഠിത്തം? അതിനെ ആ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രവും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ചന്ദ്രൻ തിരുവോണത്തിലോ പിന്നെ ഉത്രാടത്തിലോ ഒക്കെ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. ഇനി നമ്മൾ ഈ പഠിപ്പ് നോക്കുന്നത് ഗുരു ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് പൊതുവെ 6, 1, 2, 3, 4, 5, 6 6ാം അധിപതിയുമാണ്. അതേസമയം 2 ആധിപത്യമുണ്ട്, 9ാം അധിപതിയുമാണ്. 6 പറയുന്നത് രോഗം പറയാം, സംശയം. ഒരു ലഗ്നത്തിൽ ഒരു 6ാം അധിപതി നിന്ന എല്ലാ കാര്യങ്ങളും സംശയമായിരിക്കും. അവരെ സംശയ ദൃഷ്ടിയോടെ തന്നെ നോക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയും പറയാം. രോഗം എന്താ പറയുക, നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഡോക്ടർ ആവാനും ഒരു ചാൻസ് ആ ഗുരുവിനുണ്ട്. കാരണം ഗുരു 6 എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ എടുക്കാം. അതേസമയം ഇവിടെ ആയില്യം നക്ഷത്രത്തിലാണെങ്കിൽ ആയില്യത്തിൻ്റെ കാരകത്വത്തിൽ ഡോക്ടർ ഉള്ളത് കൊണ്ട് ആ നക്ഷത്രത്തിൽ തീർച്ചയായിട്ടും ഇവരൊരു ഡോക്ടർ ആവാനുള്ളൊരു ചാൻസ് നമുക്കിവിടെ പറയാം. പക്ഷേ ആ ഡോക്ടറാണെന്നുള്ളത് എന്തിനാണെന്നുള്ളതാണ് നമ്മൾ അടുത്തത്. ഇപ്പം ഈ ആയില്യത്തിൻ്റെ കാരകത്വത്തിൽ ഡോക്ടറുണ്ട്, ടീച്ചറുണ്ട്. പൂയം നക്ഷത്രമാണെങ്കിൽ ടീച്ചറുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അത് സ്പഷ്ടമായിട്ട് എടുക്കണം. ഓരോ കാര്യം ഓരോന്ന് നക്ഷത്രങ്ങളെ വെച്ച് എടുത്ത ശേഷം മാത്രമാണ് മൊത്തം കോറിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയേണ്ടത്. അടുത്തത് 4ാം ഭാവം. 2ാം ഭാവം എന്ന് പറയുന്നത് ഇപ്പം ലഗ്നത്തിൽ ഗുരു നിൽക്കുന്നു. നല്ല സ്വഭാവമുള്ള കുറച്ച്, അതായത് എല്ലാത്തിനും കുറച്ച് ഭയപ്പെടുന്നതും സൊസൈറ്റിക്ക് ഭയപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ആളായിരിക്കും എന്നുള്ളത് നമുക്ക് എടുക്കാം. അതേസമയം 2ാം ഭാവം സൂര്യനാണ്. ഞാനിവിടെ സൂര്യനെ പറ്റിയോ ആഗ്രഹങ്ങളെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 2ാം ഭാവത്തിൽ പ്രൈമറി എന്ന് പറയാൻ പറ്റില്ല, 8ാം ക്ലാസ് വരയ്ക്കും, മിഡിൽ സ്കൂൾ അല്ലേ, 8 വരയ്ക്കും ഒക്കെ പഠിക്കാനുള്ള ഒരു യോഗമാണ് ഈ 2ാം ഭാവത്തിലുള്ളത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് 4ാം ഭാവത്തിലാണ്. അടുത്ത പഠിപ്പെന്ന് പറയുമ്പോൾ 4ാം ഭാവത്തിലോട്ടാണ് പോകേണ്ടത്. ഈ 4ാം ഭാവം എന്ന് പറയുന്നത് +2 വരയ്ക്കുമുള്ള പഠിപ്പിനെ പറയുന്നതാണ്. മനസ്സിലായി? ഇതൊരു 7, 8ാം ക്ലാസ് വരയ്ക്കും പറയും. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കേണ്ടത് 12 എന്ന് പറയുമ്പോൾ 4ാം ഭാവത്തിനാണ്. ഈ 12ാം ഭാവം 12ാം ക്ലാസ് 4ാം ഭാവം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ജനിക്കുന്ന 1 വയസ്സ് ലഗ്നമാണ്. മനസ്സിലായിക്കോ? അപ്പോൾ ലഗ്നത്തിന് 1 വയസ്സ്, 2 വയസ്സ്, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 വയസ്സാകുമ്പോൾ 12 തിരിച്ച് 13ാമത്തെ വയസ്സിൽ നമ്മൾ ലഗ്നത്തിലോട്ട് വരുന്നു.
14, 15, 16. അപ്പോൾ 16ൻ്റെ അവസാനം 17 തുടക്കത്തിലാണ് ഈ പിള്ളേർക്ക് +2 വരുന്നത്. അപ്പോൾ ഈ 4-ാം ഭാവം ഈ 16 വയസ്സ് കഴിയുന്ന സമയത്ത് 4-ാം ഭാവത്തിന് +2 ആയിട്ട് എടുക്കണം. ഈ 4-ാം ഭാവാധിപതി പോയി 8-ലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? 8-ൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ മാർക്ക് ചിലപ്പോൾ +2-നൊക്കെ കുറച്ച് കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 4-ാം ഭാവാധിപതിയായ ശുക്രനും 11-ാം ഭാവാധിപതിയായ 11-ൻ്റെയും കൂടെ നമ്മൾ എടുക്കണം. 11-ാം ഭാവാധിപതിയുമായ ശുക്രൻ ഹയർ സ്റ്റഡീസിന് ഇവർക്ക് 4ഉം 11ഉം കർക്കിടക ലഗ്നത്തിന് വരുന്നുവെങ്കിലും അത് ഹയർ സ്റ്റഡീസിനുള്ളത് ശുക്രനെയാണ് പറയുന്നത്. ഏത് ലഗ്നമായിരുന്നാലും ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സ്റ്റഡീസൊക്കെ പറയുന്നത് ശുക്രനെ കൊണ്ടാണ് പറയുന്നത്. PhD എടുക്കുന്നതും PG ചെയ്യുന്നതൊക്കെ ശുക്രനെ കൊണ്ട് പറയും. അതുപോലെ ഈ +2 വരയ്ക്കും തന്നെ 4-ാമത്തെ ഭാവത്തെ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് UGക്ക് ചേരുകയാണെങ്കിൽ 5-ലോട്ട് പോകണം. 5-ാം ഭാവാധിപതി എങ്ങനെ ഇരിക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് നമുക്ക് ഹയർ സ്റ്റഡീസ് ഉണ്ടോ എന്നറിയാം. ഒരു പക്ഷേ 4-ാം ഭാവത്തിൽ പ്രശ്നങ്ങൾ വന്നു, 4-ാം ഭാവം കുറച്ച് മോശമായിട്ടുള്ള വീക്കായി പോയെങ്കിൽ അവിടെ മാർക്ക് കുറയും. പക്ഷേ 5-ാം ഭാവാധിപതി നല്ലതായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ വീണ്ടും പഠിപ്പിക്കാനുള്ളത് വേണം നടത്താം, ശ്രമം നടത്താം. അല്ല നീ പഠിച്ചത് മതി, നീ മാട് മേക്കാൻ പോകുന്നൊന്നും പറയാൻ പാടില്ല. അവരെ കൊണ്ടുപോയി എവിടെയെങ്കിലും കാശ് കൊടുത്തെങ്കിലും പോയി ഏതെങ്കിലും കോളേജിൽ ചേർത്ത് അവരെ ഹയർ സ്റ്റഡീസിനോട്ട് കൊണ്ടു ചേർക്കേണ്ട കടമ പേരൻസിനാണ്. ഓക്കെ. അതേസമയം അപ്പം അത് നമ്മൾ ജാതകത്തിൽ നോക്കിയ ശേഷം നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 4-ാം ഭാവാധിപതി 11-ാം ഭാവാധിപതി പോയി നിൽക്കുന്നത് 8-ലാണ്. ഓക്കെ. അപ്പോൾ ഹയർ സ്റ്റഡീസിൻ്റെ പിന്നെ ആ പ്ലാനറ്റ് പോയി നിൽക്കുന്നത്, അധിപതി പോയി നിൽക്കുന്നത് 8-ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏത് നക്ഷത്രക്കാലിലാണ് നിൽക്കണം എന്ന് നോക്കണം. ഈ 4-ാം ഭാവം എന്ന് പറയുന്നത് വളർത്തു മൃഗങ്ങളെ പറയുന്നതാണ്, പെറ്റ്സ് പറയുന്നതാണ്, വളർത്തുമൃഗങ്ങൾ പറയുന്നതാണ് 4-ാം ഭാവം. അതേപോലെ 11-ാം ഭാവമായ ഇടവരാശിക്ക് കന്നുകാലികളുടെ ഒരു സ്ഥാനം പറയുന്നുണ്ട്. അവിടുത്തെ ചിഹ്നം തന്നെ കാളയാണ്. അതുപോലെ തൈര്, മോര്, പാലൊക്കെ പറയുന്നത് ഇതാണ്. ഇതൊരു മണ്ണ് രാശിയാണ്, നിലരാശിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം വളരും, പുല്ലും എല്ലാം വളരും, പശുക്കളും എല്ലാത്തിനും പറയുന്നത് ഈ ഒരു ഇടവരാശിയാണ്. അതിൻ്റെ ചിഹ്നം തന്നെ ഋഷഭം, കാളയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വളർത്തുമൃഗങ്ങളും കാളയുടെ ഇതും അല്ല കന്നുകാലിയുടെ ഇതും പറയുന്നതും ഈ ശുക്രൻ ആയതുകൊണ്ട് ശുക്രൻ മിക്കവാറും ഇത് അവിട്ട നക്ഷത്രത്തിൽ നിൽക്കുക എന്നുള്ളൊരു ചാൻസ് ആവും. അപ്പം നമ്മൾ നോക്കണം ഈ അവിട്ട നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് നോക്കണം. അങ്ങനെ അവിട്ട നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിട്ടം എന്ന് ഉള്ളതിൻ്റെ കാരകത്വം നമ്മൾ എടുക്കണം. അവിട്ടം എന്ന് പറയുന്നത് വാദ്യോപകരണത്തിൻ്റെ അവിട്ടം തവിട്ടിലും നേടും, അവിട്ടം തവിട്ട് പാനയൊക്കെ തങ്കം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വേറെ പണമുള്ള ആൾക്കാരാണ്, പണം നിറയെ വരുന്നതാണ്, അതൊക്കെ ഒരു പ്രത്യേകതയാണ് അവിട്ട നക്ഷത്രത്തിൻ്റേത്. പക്ഷേ ഇവിടെ അവിട്ട നക്ഷത്രത്തിൻ്റെ കാരകത്വം പറയുന്നത് വാദ്യോപകരണങ്ങളാണെന്ന്. വേറെ ഒന്ന് പറയുന്നത് ഇറച്ചി വെട്ടുന്ന സ്ഥലം. നമുക്കിപ്പം ചിക്കനും മട്ടനും ഒക്കെ പുതിയ സ്റ്റാളൊന്നുമല്ല, അതായത് എന്താ പറയണേ, ഒരു വലിയ മരക്കട്ടയൊക്കെ വെച്ചിട്ട് കത്തിയൊക്കെ ഇട്ട് വെട്ടൂലേ, ഇങ്ങനെ ഇറച്ചികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആ ഒരു സ്ഥലം, ആ മരക്കട്ടയോടുകൂടി ഉള്ള ഒരു സ്ഥലം, ഇറച്ചി വെട്ടും സ്ഥലം, അതാണ് ഈ അവിട്ട നക്ഷത്രത്തിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വളർത്തുമൃഗങ്ങളെ 4-ാം ഭാവം, 11 ഋഷഭ രാശി, ഇവിടെ അവിട്ട നക്ഷത്രം, ഇറച്ചി വെട്ടുന്ന സ്ഥലം, ഇതെല്ലാം ശുക്രനാണ്. ശുക്രൻ അതിനെയൊക്കെ പറയും, മീന് വരയ്ക്ക് ശുക്രനെ പറയാം. പിന്നെ അപ്പം ഈ മൃഗങ്ങളും എല്ലാം ശുക്രനെ പറയും. അപ്പം അങ്ങനെയുള്ള ആ അവിട്ട നക്ഷത്ര ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറയേണ്ടത് ഇവരുടെ വെറ്റിനറി ഡോക്ടറാവാം, അല്ലെങ്കിൽ വെറ്റിനറിക്ക് പഠിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളെ എടുക്കേണ്ടത്. ഈ നക്ഷത്ര കാലിൽ നിൽക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ ഇവിടെ ആയില്യ നക്ഷത്രത്തിലാണ് ഇവർ ഡോക്ടറാകാനുള്ള യോഗ്യതയുണ്ട്. ഗുരുവായതുകൊണ്ട് ഡോക്ടറാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. 6 എന്ന് പറയുമ്പോൾ ജോലിയായിട്ട് എടുക്കാം, പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആളായിട്ടും എടുക്കാം, രോഗം നിർണ്ണയിക്കുന്ന ആളായിട്ട് എടുക്കാം. അങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ആയില്യ നക്ഷത്രം ഡോക്ടറെ കുറിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ആയില്യ നക്ഷത്രക്കാർ നിറയെ ഡോക്ടേഴ്സുണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കത് എടുക്കാം. ഇവിടെ അവിട്ട നക്ഷത്രം എന്ന് പറയുമ്പം ആ ഇറച്ചി അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇവിടെ കന്നുകാലികളുടെ സ്ഥലം പറയും, ശുക്രൻ്റെ വീടാണ്. ഇവിടെ വളർത്തുമൃഗങ്ങളാണ്, പെറ്റ്സിനാണ് 4-ാം. ഇത്രയും കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവർ ഒരു പക്ഷേ വെറ്റിനറി ഡോക്ടർ ആവാനുള്ളൊരു ചാൻസ്, അതിനുവേണ്ടി പഠിക്കാനുള്ളതാവാം എന്ന് പറയാം.
എന്തെന്ന് വെച്ചാൽ ഈ ശുക്രൻ ബാധകാധിപതി ആയതുകൊണ്ട് കുട്ടി ചിലപ്പോൾ MBBS ആഗ്രഹിച്ചിരിക്കാം. കിട്ടിയാൽ ചിലപ്പം ഇതായിരിക്കും അല്ലേ. നമുക്കിപ്പോൾ MBBS കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഡെൻ്റൽ സർജൻ്റെ അത് കിട്ടും. അത് കഴിഞ്ഞ് അതും അല്ലെങ്കിൽ വെറ്റിനറി കിട്ടും. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ബാധകാധിപതി അവിടെ എന്തു ചെയ്തു എന്നുള്ളതിന് 8-ൽ പോയി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ വലുതായിട്ട് 11 എന്നുള്ളത് വലിയ ആഗ്രഹം, MBBS കിട്ടണം എന്നുള്ള വലിയ മോഹമായിരുന്നിരിക്കാം. ആ മോഹം ഇതിലോട്ട് കിട്ടി. 11 ആയതുകൊണ്ട് മെഡിക്കൽ ലൈൻ തന്നെ വന്നു എന്ന് എടുക്കാൻ വേണമെങ്കിൽ 11-ാം ഭാവമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല തരണമല്ലോ. അതുകൊണ്ട് ആ മെഡിക്കൽ ഫീൽഡിൽ തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി അടുത്തത് ചന്ദ്രനാണ്. ഒരു പക്ഷേ ചന്ദ്രൻ തിരുവോണം നക്ഷത്രത്തിലാണെങ്കിൽ, ഞാനിതൊക്കെ എൻ്റെ ഇമാജിനേഷനാണ് കേട്ടോ, വെറുതെ നിങ്ങൾ ഇതേപോലെ ജാതകം ഉണ്ടാകുന്നൊന്നും തേടണ്ട. ഇതുപോലെയാണ് നക്ഷത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു പക്ഷേ ഈ ചന്ദ്രൻ നിൽക്കുന്നത് ലഗ്നാധിപതിയാണ്. ഈ ലഗ്നാധിപതി പോയി ചന്ദ്രൻ നിൽക്കുന്നത് തിരുവോണം നക്ഷത്രത്തിലാണെങ്കിൽ, ഇവിടെ തിരുവോണമാണെങ്കിൽ, ആ തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് വാമനൻ്റെ 3 പാദമാണ്. വാമനനാണ് 3 പാദം. മഹാബലിയുടെ കാലിൽ അല്ല, നമുക്കറിയില്ല, ശിരസിൽ ഇതൊക്കെ അറിയാലോ. അപ്പം ആ ഒരു 3 പാദ ചുവട്, പാദം 3 പാദം ഈ തിരുവോണം നക്ഷത്രമായതുകൊണ്ട് ഒരു പക്ഷേ ലഗ്നാധിപതി 3 ഡിഗ്രി പഠിക്കാം. 3 ഡിഗ്രി വരയ്ക്ക് ഇവർക്കുണ്ടെങ്കിൽ, കാരണം വെറ്റിനറിയുടെ എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്തതുണ്ട്, PG ഉണ്ട്. അതിനുശേഷം എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ 3 ഡിഗ്രി വരയ്ക്കും അല്ലെങ്കിൽ 1-ൽ കൂടുതൽ ഡിഗ്രി എടുക്കാനുള്ള യോഗമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ബാധകസ്ഥാനവും ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്, 11 എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആഗ്രഹം കാണും. ആ ആഗ്രഹം നടക്കില്ല, വേറെ എന്തെങ്കിലും പോയി ചേർന്ന് പഠിക്കേണ്ട ഒരവസ്ഥ. ഇതാണ് ശരിക്കും ജാതകം നമ്മൾ നോക്കി നക്ഷത്രങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ്. മനസ്സിലായും തോന്നുന്നു. അപ്പോൾ ബാധകാധിപതിയും ശരി, നക്ഷത്രങ്ങളുടെ വാല്യൂ, ഇതുപോലെ പല ജാതകങ്ങൾ ഞാൻ വേണമെങ്കിൽ ഞാൻ ഇതുപോലെ ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ മുരശെന്ന് എഴുതിയിരുന്നത് ശരിക്കും അത് പെരുമ്പറ കൊട്ടി എന്നാണ് പറയുന്നത് അല്ലേ. മിഴാവല്ല, മിഴാവിൻ്റെ വായി ചെറുതാണ്, ഇത് വലുതാണ്. അതിങ്ങനെ തട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സൗണ്ടോടായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പെരുമ്പറ കൊട്ടി എന്ന് തന്നെ പറയാറുള്ളത്. അത് ശരിയാണ്. അപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഓരോ നക്ഷത്രങ്ങളെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജാതകത്തിൻ്റെ ഫലം എടുക്കാൻ ഈസിയാണ്. ഇതൊന്നും നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഇതാണ് അതിൻ്റെ സത്യം. ഇതറിയാത്തവർക്ക് എന്ത് പറയുമെന്ന് അറിയോ? ആയുർവേദം പഠിക്കാമെന്ന് പറയും, വെറ്റിനറി പഠിക്കാനെന്ന്. വെറ്റിനറി ഇത് മനസ്സിലാക്കാതെ വെറ്റിനറി പറയാനേ പറ്റില്ല. അപ്പോൾ വരുന്ന ആളിനോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾ എന്തിനെ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും ഞാനിങ്ങനെ വെറ്റിനറിക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു വെറ്റിനറി ഡോക്ടറാണെന്ന് പറയുമ്പോൾ അതിനെ ചുറ്റി ഇങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമെന്നല്ലാതെ ഇത് ശരിക്കും ഇതുപോലെ നോക്കിയാലേ ആ പഠിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് നക്ഷത്രങ്ങളെയും മനസ്സിലാക്കണം. ഇതുപോലെ എല്ലാ നക്ഷത്രങ്ങളും, എനിക്ക് എല്ലാ നക്ഷത്രങ്ങളും അറിയാം. 27 നക്ഷത്രങ്ങളെപ്പറ്റി ഞാൻ കുറേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടും. എങ്കിൽ മാത്രമേ ഡീപ്പായിട്ടുള്ള ഫലങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രഹങ്ങളും ഭാവങ്ങളും വെച്ച് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നറിയോ, ഒന്നും നക്ഷത്രങ്ങളും ഇല്ല, രാശി ഇത് രാഹു കേതുക്കളും മാന്തിയൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ പൊതുവേ പറയും ജാതകത്തിൽ ആ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് തെറ്റാണ്. കാരണം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. മനുഷ്യൻ്റെ ആയുസ് വരയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അത് അങ്ങനെ പഠനങ്ങൾ ഓരോന്നിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ നോർത്ത് സൈഡ് തമിഴ്നാട്ടിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് കാരണം 6 മാസം 1 വർഷത്തെ കോഴ്സോടെ ആരും വിടില്ല. പിന്നെ അടുത്തടുത്തടുത്ത് പഠിച്ചുകൊണ്ടേയിരിക്കും ആൾക്കാർ. അങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളൊക്കെ പറ്റി നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിച്ചാലേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സമയം പോകാനുള്ള ഒരു കോഴ്സായിട്ട് തന്നെ മാറും. ഓക്കെ, അപ്പം ഇനി അടുത്തത് ഇതിലോട്ട് ഡൗട്ട്സ് എഴുതിക്കോളൂ. ഇതിലെന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ നക്ഷത്രങ്ങളുടെ കാരകത്വം മനസ്സിലാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു.